ശ്രീ ബി റജി, അവിടെയൊന്നും CPM-നെയോ LDF-നെയോ വി ഡി സതീശൻ കുറ്റപ്പെടുത്തുന്നില്ല. അതായത് വെളിയിൽ നിന്ന് വരുന്ന ആക്രമണങ്ങളല്ല തനിക്കെതിരെ എന്ന വ്യക്തമായ ബോധ്യം വി ഡി സതീശനുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഇപ്പോൾ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പരസ്പരമുള്ള വിഴുപ്പലക്കളിലെ കാര്യങ്ങൾ എത്തിച്ചിരിക്കുകയാണ്. നല്ലൊരു കാര്യമല്ലല്ലോ സംഭവിക്കുന്നത്. നിയമസഭയിൽ വരുന്ന നിയമസഭാ സമ്മേളനം എന്ന് പറയുന്നത് കോൺഗ്രസിന് വളരെ നിർണായകമാണ്. സർക്കാരിനെതിരെയുള്ള ആയുധങ്ങൾ മൂർച്ച കൂട്ടി സർക്കാരിനെതിരെ പ്രയോഗിക്കേണ്ട ഒരു സമയമാണ്. ആ സമയത്ത് നിരായുധരാക്കുകയാണല്ലോ കോൺഗ്രസ് MLA-മാരെ, UDF-ന്റെ MLA-മാരെ ഈ ഒറ്റ വിഷയം. നോക്കൂ, രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവുമായി ബന്ധപ്പെട്ട് സൈബർ ഇടങ്ങളിലെ ആക്രമണവും പ്രത്യാക്രമണവും ഒന്നും കോൺഗ്രസുമായി ബന്ധപ്പെട്ടോ അങ്ങനെ ആവാനുള്ള സാധ്യതയില്ല. രാഷ്ട്രീയ എതിരാളികൾ ഈ വിവാദത്തെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുന്നു. 9.5 വർഷത്തെ ഇടതു ഭരണകാലത്ത് ഭരണവിരുദ്ധ സംഭവങ്ങൾ, വിവാദങ്ങൾ ഒന്നും പുറം ലോകം അറിയരുത്, ചർച്ചയാക്കരുത്, വിവാദ വിഷയങ്ങളാക്കരുത്, അന്തിച്ചർച്ചയ്ക്ക് വിഷയമാവരുത് മാധ്യമങ്ങൾ മുമ്പാകെ. അതിനുവേണ്ടി ബോധപൂർവം രാഷ്ട്രീയ എതിരാളികൾ കെട്ടിച്ചമയ്ക്കുന്ന ആരോപണങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള സൈബർ ഇടങ്ങളിൽ കോൺഗ്രസ് വിരുദ്ധ അല്ലെങ്കിൽ കോൺഗ്രസിൽ എന്തോ രാഷ്ട്രീയ ചേരിതിരിവുണ്ട് എന്ന മട്ടിലുള്ള പ്രചരണ പരിപാടി നടത്തുന്നത്. വി ഡി സതീശന്റെ വാക്കുകളിൽ അതൊന്നുമില്ല ശ്രീ ബി റജി. അദ്ദേഹം അതൊന്നും പറയുന്നില്ല. അദ്ദേഹത്തിന് തികഞ്ഞ ബോധ്യമുണ്ട് ഇത് എവിടെ നിന്നാണ് വരുന്നത് എന്ന്. സൈബർ ഇടങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. ആ പേരുകൾ കോൺഗ്രസിന് പരിചയമുള്ള പേരുകളാണ്. കോൺഗ്രസിന് വേണ്ടി കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്ന രീതിയിലുള്ള ഹാൻഡിലുകളാണ്. അവയിൽ നിന്നാണ് ഇപ്പോൾ വി ഡി സതീശനെതിരെയുള്ള ആക്രമണങ്ങൾ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ആ കൃത്യമായ ബോധ്യം സതീശനുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ ഒറ്റയ്ക്കെടുത്ത തീരുമാനമല്ല ഇതെന്ന്. പിന്നെ എന്നെ ആക്രമിക്കണമെന്ന് അദ്ദേഹത്തിന് തുറന്ന് പറയേണ്ടതായി വരുന്നുണ്ട്. അവിടെയൊന്നും എതിർ രാഷ്ട്രീയ പാളയത്തിലേക്കല്ല അദ്ദേഹത്തിന് ചൂണ്ടുവിരൽ പോകുന്നത്, സ്വന്തം പാളയത്തിലേക്ക് തന്നെയാണ്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ നിയമസഭാ സമ്മേളനം തുടങ്ങുന്നതിന് മുൻപ് വെളുപ്പിച്ചെടുക്കേണ്ടതുണ്ട്. അതിന് വി ഡി സതീശൻ സമ്മതിക്കുന്നില്ല. അതിന് അദ്ദേഹത്തെ ആക്രമിക്കുന്നു. അതാണിപ്പോൾ കണ്ടുവരുന്നത്. അതിന് എതിർപ്പാളയത്തേക്ക് നോക്കേണ്ട കാര്യമില്ല. നോക്കൂ ശ്രീ മഞ്ജുഷ്, ഈ വി ഡി സതീശനെ ഒറ്റതിരിച്ച് ഇതിനകത്ത് എന്തിനാണ് ആക്രമിക്കുന്നത്? അദ്ദേഹം UDF-ന്റെ കൺവീനറും പ്രതിപക്ഷ നേതാവുമാണ്. അദ്ദേഹം ഒറ്റയ്ക്കല്ലല്ലോ ഈ കാര്യത്തിൽ തീരുമാനമെടുത്തത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സമൂഹത്തിൽ ഒരു ആരോപണം വന്നപ്പോ കോൺഗ്രസിന്റെ സമുന്നതരായിട്ടുള്ള മുഴുവൻ നേതാക്കളുമായി കൺസൾട്ട് ചെയ്തിട്ടല്ലേ ഒരു തീരുമാനമെടുത്തത്. അപ്പൊ എന്തിനാണ് അതായത് അതിന്റെ ഒറ്റ റീസണേ എനിക്ക് കാണാൻ കഴിയുന്നുള്ളൂ. അതായത് രാഷ്ട്രീയത്തിൽ എതിരാളി, മുന്നിൽ നിന്ന് നയിക്കുന്ന എതിരാളിയെ രാഷ്ട്രീയ ശത്രുക്കൾ ഫലപ്രദമായി പ്രതിരോധിക്കുവാനുള്ള എല്ലാ തന്ത്രങ്ങളും നടത്തും. ഇപ്പൊ തന്നെ നോക്കൂ, CPM-ന്റെ സൈബർ ഇടങ്ങളിൽ എല്ലാ ദിവസവും ബഹുമാനനായ പ്രതിപക്ഷ നേതാവിനെതിരെ ദിവസവും 3, 4, 5 പോസ്റ്റുകൾ അദ്ദേഹത്തിന്റെ ഇമേജിനെ തകർക്കാൻ സൃഷ്ടിച്ചെടുക്കണം എന്ന് അവരുടെ സൈബർ ഇടങ്ങളിൽ വന്നതായ വാർത്ത നമ്മളെല്ലാം വായിച്ചതല്ലേ. അതവർ ചെയ്യുമല്ലോ ശ്രീ ബി റജി. അത് സ്വാഭാവികമായിട്ടും എതിർപക്ഷം ചെയ്യും. അതിൽ അത്ഭുതപ്പെടേണ്ടതില്ല. അത് പരസ്പരമുള്ള ആരോപണ പ്രത്യാരോപണങ്ങളുണ്ട്. അതും കടന്ന് ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ തന്നെയാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. എത്രയോ പോസ്റ്റുകൾ ഞാൻ കാണിച്ചു തരാം, വായിച്ച് കേൾപ്പിച്ചു തരാം. ഇന്ന് വി ഡി സതീശനെ അനുകൂലിച്ചുകൊണ്ടും ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പോസ്റ്റ് ഇട്ടയാൾ തന്നെ ഇന്ന് വിശദീകരണവുമായിട്ട് തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. നോക്കൂ, രാഷ്ട്രീയമായി ഈ സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തേണ്ട ഒരു സമയമാണ്. ഇത് നിർണായകമായ നിമിഷമാണ്. ലോക്കൽ ബോഡി ഇലക്ഷൻ നവംബറിൽ വരാൻ പോകുന്നു. അത് കഴിഞ്ഞ് അടുത്ത വർഷം ആദ്യം നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്നു. അപ്പൊ ആ സമയത്ത് ഭരണവിരുദ്ധ വികാരം അങ്ങേയറ്റം ജ്വലിച്ച് നിൽക്കേണ്ട ഒരു ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള വിഭാഗീയത അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പടലമിണക്കം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ചേരിതിരിവും ശത്രുക്കൾക്ക് തോന്നത്തക്ക രീതിയിൽ പ്രവർത്തിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയെ സ്നേഹിക്കുന്നവർ ആരെങ്കിലും അത്തരത്തിൽ നിലപാട് സ്വീകരിക്കുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. പിന്നെ സൈബർ ഇടങ്ങളിൽ ഫേക്ക് ഹാൻഡിലുകളിൽ എത്രയോ പേര് പ്രതികരിക്കുന്നുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുള്ള തീരുമാനത്തിൽ ഒരു തരത്തിലുള്ള വിവാദങ്ങളും ഉണ്ടായിട്ടില്ല എന്നുള്ളത് അങ്ങേക്കും അറിയാമല്ലോ. അത് കൂട്ടായി എടുത്ത തീരുമാനമാണ്. ഒരു രാഷ്ട്രീയ നേതാവും അതിലൊരു വിരുദ്ധ അഭിപ്രായം പറഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെ ആ തീരുമാനം ഐക്യത്തോടെ ഏകകണ്ഠമായിരുന്നു എന്നുള്ളതിന്റെ തെളിവല്ലേ. എതിരഭിപ്രായങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ശ്രീ ബി റജി. ശ്രീ പണിക്കർ, ഇത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ